ഹലോ സ്നേഹങ്ങളെ, ഞാൻ മാനിയ റഹീം. വണ്ടൂർ ഹരിയർ ഫിലിം സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഓഫീസർ എന്ന സിനിമ കണ്ടു. എന്താ ഒന്നും പറയാനില്ല. ചാക്കോച്ചനങ്ങോട്ട് കയറി നിരങ്ങി നേടി ചീറി എന്ന് പറഞ്ഞാൽ പോലെ ചീറിപ്പാഞ്ഞു. ഇനി കുറച്ച് ദിവസം തിയേറ്റർ ചാക്കോച്ചനുള്ളതാണ്. കുറച്ച് ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ ചാക്കോച്ചൻ്റെയാണ് ഇനി തിയേറ്റർ. കേരളത്തിലുള്ള മൊത്തം തിയേറ്ററും ചാക്കോച്ചനെടുത്തു തിയേറ്ററുകൾ. ഓക്കെ, അപ്പൊ ചാക്കോച്ചൻ പൂണ്ട് വിളയാടി എന്നാണ് താങ്കളുടെ അഭിപ്രായം? പൂണ്ട് വിളയാടി മാത്രം വന്ന പോലെ നേരങ്ങി കയറി മേഞ്ഞു, അത്രേ പറയാവുള്ളൂ. ഓഫീസർ എങ്ങനെയുണ്ട്? ഓഫീസർ ചാക്കോച്ചൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ചാക്കോച്ചന്റെ മാസ് എങ്ങനെയുണ്ട്? മാസ് എങ്ങനെയുണ്ട്? ചാക്കോച്ചന്റെ മാസ് എങ്ങനെയുണ്ട്? എന്ത് സ്ഥിതി? ഒരു റിവ്യൂ തരണോ? അടക്കി ടോപ്പാ പടം? ചാക്കോച്ചന്റെ പടം എങ്ങനെയുണ്ട് പടം? ഓഫീസർ എങ്ങനെയുണ്ട് ഓഫീസറെ? ഒന്ന് തുറന്ന് പറയുങ്ങളേ. ചാക്കോച്ചനും അപ്പൊ ചാക്കോച്ചന് മാസ് ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലായി. ചാക്കോച്ചന് മാസ് ചെയ്യുന്നുള്ള മനസ്സിലായി. പോയി കാണാൻ പറ്റിയ പടമാണ്. അടിപൊളി പടം. ലാഗില്ല, ഒരു സെക്കൻഡ് ലാഗില്ലാത്ത പടം. കുഞ്ചാക്കോയുടെ വെറൈറ്റി പടം. മാസ് ഒരു കൂളിംഗ് ആയിട്ടുള്ള പടത്തിനപ്പുറത്തേക്ക് ഇത് നല്ല വയലന്റ് ആയിട്ടുള്ള മാസ് പടം. സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഓഫീസറേ, ചാക്കോച്ചൻ്റെ എങ്ങനെയുണ്ട് മാസ്? ചാക്കോച്ചൻ അടിപൊളി. പിന്നെ ഡയറക്ടർ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തു. പിന്നെ ജെയ്ക്സ് ബിജോന്റെ BGM രക്ഷയില്ല. മേക്കിംഗ് സ്റ്റൈലൊക്കെ അടിപൊളിയായിരിക്കും. നല്ല ക്യാമറ കിട്ടില്ല സാധനം. ഇന്റർവെല്ലിൽ ബ്ലോക്ക് തന്നെ കിട്ടില്ലാണ്. പിന്നെ അതേപോലെ പടം ഫുള്ള് എൻഗേജിങ് ആക്കി കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാരെ. ഒരു ലാഗില്ല. നമ്മളടുത്ത് എന്താണെന്ന് നമുക്ക് ചിന്തിച്ചു പോകും ചിലപ്പം ലാഗ് വന്നാൽ. ഇത് ലാഗില്ല, കറക്റ്റ് നമ്മൾ ആ ട്രാക്കിൽ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സെക്കൻഡ് ലാഗില്ല. ഇല്ല, അടിപൊളി പടം. ഓക്കെ, ഒന്നും പറയാല്ല, അനങ്ങൂല. മാസ് സൂപ്പർ അല്ലേ? ലാഗുമില്ല, ഒഴിവില്ല. ഓക്കെ, താങ്ക് യു. ഉണ്ണിയെ എങ്ങനെയുണ്ട് ഓഫീസർ? അവിടെ നിക്ക് പോകല്ലേ. എന്താ കേട്ടോ? എന്താ ഓക്കെ, ബൈ. എങ്ങനെയുണ്ട് ഓഫീസർ കുട്ടിയെ? ഓഫീസർ എങ്ങനെയുണ്ട്? നല്ല പടം. ചാക്കോച്ചൻ മാസം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. ശേഷം ഇങ്ങനെ പടം കണ്ടില്ല. നല്ല പടം. എന്താ ആൾക്കാർ പറയണേ? സൂപ്പർ പടം എന്നാ പറഞ്ഞത്. ജഗബാബന്റെ ഏറ്റവും നല്ല ഫിലിമാണ്. ഓക്കെ. പിന്നെ അടുത്ത 28-ാം തീയതി വെള്ളിയാഴ്ച ഇടിമഴക്കാറ്റ് റിലീസാണ്. ഞങ്ങളൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്.
ഈ പടം വിജയിപ്പിച്ച് തരണം, ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.